ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തെ അപമാനിച്ച അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഡൊണാൾഡ് ട്രംപും അമേരിക്കയും ഇവിടെ ചില ആളുകളുടെ തന്തരാഷ്ട്രമാണല്ലോ, അല്ലെങ്കിൽ ഫ്രണ്ട് രാഷ്ട്രമാണല്ലോ. ആ രാഷ്ട്രത്തിന്റെ തലവനാണ് ഇന്നലെ പച്ചയ്ക്ക് ഇന്ത്യ എന്ന രാജ്യം നരകമാണെന്ന് പറഞ്ഞത്. എന്ത്? ഇന്ത്യ എന്ന ഈ രാജ്യം നരകമാണെന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് ഇന്നലെ. ഇവിടെ ഇന്ത്യയിലെ ചില ആളുകളുടെ തന്തരാഷ്ട്രവും ഫ്രണ്ട് രാഷ്ട്രവും ഒക്കെ ആണല്ലോ അമേരിക്ക. ഡൊണാൾഡ് ട്രംപിന് വേണ്ടി പൂജ നടത്തിയ ആളുകൾ വരെ നമ്മുടെ നാട്ടിലുണ്ട്, അറിയാലോ അല്ലേ? ഓക്കെ. ഇവിടെയുള്ള ചില ആളുകൾ എന്ന് പറയുമ്പോൾ അവരെ നമുക്കറിയാലോ ഏത് ഗണത്തിൽപ്പെട്ട ആളുകളാണെന്ന് നിങ്ങൾക്ക് അറിയണം, നിങ്ങൾ ഊഹിച്ചെടുക്കണം. ഊഹിക്കാതെ നിങ്ങൾക്ക് അറിയാതെ എനിക്കറിയാം, എങ്കിൽ ഞാൻ പറയുന്നതേ ഉള്ളൂ. ആ ഒരു സർക്കിളിൽപ്പെട്ട ആളുകൾ ഇറാൻ രാഷ്ട്രത്തെയും മുസ്ലിം രാഷ്ട്രങ്ങളെയൊക്കെ വെറുക്കുന്ന, ഒരു കാര്യമില്ലാതെ വെറുക്കുന്ന ചില ആളുകളുണ്ടല്ലോ, അല്ലെ? അവർ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു വാർത്ത ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഇന്നലെ ഇന്ത്യ അപമാനിച്ച ട്രംപിനെ ആദ്യമായി പ്രതികരണമായി വന്ന രാജ്യം ഏതാണെന്നറിയാമോ? നിങ്ങളൊക്കെ കുറ്റം പറയുന്ന, നശിക്കണമെന്ന് പറയുന്ന ഇറാൻ എന്ന രാജ്യം. ഇന്ത്യ നരകമാണെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞപ്പോ അടുത്ത പ്രസ്താവന അവർ രാജ്യം ഇറക്കി. എന്താണ്? ഇന്ത്യ എന്ന രാജ്യം സ്വർഗരാജ്യമാണ്, നാഗരികതയുടെ സ്വർഗരാജ്യമാണ് ഇന്ത്യ. എടോ ട്രംപെ, നീ നിൽക്കുന്നത് എവിടെയാണോ അതാണ് നരകം എന്ന് പറഞ്ഞ് ഇറാൻ ഇന്ത്യക്ക് വേണ്ടി പ്രസ്താവന ഇറക്കി. വേറെ ആര് ചെയ്തു? അതിനുശേഷം പോലുമാണ് ഇന്ത്യയിൽ നിന്നൊരു പ്രതികരണം ഉണ്ടായത്. എന്താണ് പറഞ്ഞത്? വിദേശകാര്യമന്ത്രി ആണെന്ന് തോന്നുന്നു പ്രസ്താവന ഇറക്കിയത്. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു, അനുചിതമായ സംസാരമാണ്, നിങ്ങളത് പിൻവലിക്കണമെന്നൊക്കെ പറഞ്ഞു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് അറിയോ? ചില ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല, എങ്കിലും ചില വിദ്വേഷങ്ങളും മനസ്സിൽ വെറുപ്പും ഒക്കെ വെച്ച് ഒരു കൂട്ടം ആളുകളെ വെറുക്കുന്ന, അതിന് കുട്ടികളെ ആണെങ്കിൽ പോലും വെറുക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, അല്ലെ? അവരുടെ മുന്നിൽ ഇതൊക്കെ ഒരു പാടാണ്. പക്ഷെ അത് പഠിക്കില്ലെന്നേ. ആരാണ് നമ്മുടെ സുഹൃത്ത്? ആരാണ് നമ്മളോടൊപ്പം നിൽക്കുന്നവർ? ആരാണ് നമുക്ക് വേണ്ടി ജീവിക്കുന്നവർ? അല്ലെങ്കിൽ ആരാണ് നമ്മളെ സഹായിക്കുന്നവരെന്ന് അറിയാമെങ്കിലും അറിയാത്ത രീതിയിൽ അവർ ചില വിദ്വേഷങ്ങൾ വെച്ചുകൊണ്ട്, തുറന്നു പറയാലോ, ഇസ്ലാമിക രാഷ്ട്രങ്ങളെയും മുസ്ലിങ്ങളെയൊക്കെ വെറുക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ് കേട്ടോ. ഈ ഒരു എല്ലാ സിറ്റുവേഷനും, എല്ലാ സാഹചര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ആദ്യം പറഞ്ഞ ചില സർക്കിളിൽപ്പെട്ട, ചില ഗണത്തിൽപ്പെട്ട ആളുകളൊക്കെ മനസ്സിലാക്കണം, ഇന്ത്യയുടെ കൂടെ ആരാണുള്ളത്. നമുക്ക് ആരാണ് പെട്രോൾ തരാനും ഗ്യാസ് തരാനും നമ്മളെ സഹായിക്കാനും? പണമില്ലാത്തപ്പോൾ പോലും നമ്മളെ സഹായിച്ച രാജ്യമാണ് ഇറാൻ. നമ്മളെ കൂടെ നിൽക്കുന്നവർ ആരാണ്? നമ്മളെ കൂടെ നിന്നിട്ട് നമ്മളെ കുത്തുന്നവരും നമ്മളെ നരകമെന്ന് വിളിക്കുന്നവരും ആരാണ്? അവരെ നമ്മൾ എങ്ങനെ കാണണം എന്നൊക്കെയുള്ളത് ഈ കൂട്ടർ, ചില ആളുകൾ, ഞാൻ പറഞ്ഞില്ല നേരത്തെ, അവർ ഒന്നുകൂടി മനസ്സിലാക്കണം. ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളും പ്രശ്നങ്ങളും അതുപോലെ തന്നെ ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് നമ്മൾ നരകത്തിൽ കിടക്കുന്നവരാണ്, അല്ലെങ്കിൽ ഇന്ത്യ നരകമാണെന്ന് പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ്. തീർച്ചയായും. ഇനി ഡൊണാൾഡ് ട്രംപിനോട് കാര്യം പറയാനുള്ളത്, ഇന്ത്യ എങ്ങനെയാണ് ട്രംപെ നരകമാകുന്നത്? നിങ്ങളെപ്പോലുള്ള ഏകാധിപത്യ നേതാക്കൾ, ബ്രിട്ടീഷുകാരൊക്കെ വന്ന് ഇന്ത്യയിലെ സകലതും കൊള്ളയടിച്ചോണ്ട് പോയി. അത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് 800 കൊല്ലം ഇന്ത്യ ഭരിച്ചത് മുസ്ലിം രാജാക്കന്മാരാണ്. ഒന്നും കൊണ്ടുപോയിട്ടില്ല. അവരെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ ഈ കാണുന്ന മഹത്തായ ഇന്ത്യയുടെ തുടക്കം അവരിൽ നിന്നാണ്. അതിനുശേഷമാണ് ബ്രിട്ടീഷുകാർ ഇവിടെ വരികയും ഇവിടെ വന്ന് എല്ലാം കൊള്ളയടിച്ചോണ്ട് പോയി നശിപ്പിച്ചതൊക്കെ ഈ കൂട്ടത്തിൽ തന്നെ. തങ്ങളെ പോലുള്ള, ട്രംപിനെ പോലുള്ള ഏകാധിപത്യ ഭരണകർത്താക്കളും അതുപോലെ തന്നെ ബ്രിട്ടീഷ് രാജ്യവും ഒക്കെയാണ് ഇവിടെ എടുത്തുകൊണ്ട് പോയത്. എന്നിട്ട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴാണ് 1947. അവിടെ മുതൽ ഏകദേശം 2010 വരെ ലോകത്ത് ഒരു രാജ്യം വികസിക്കാത്ത രീതിയിലുള്ള വികസനമാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. ഒന്ന് ആലോചിച്ചു, വെറും 50-60 വർഷം കൊണ്ട് ഏത് രാജ്യമാണ് ഇത്രയേറെ ഡെവലപ്പ് ആയിട്ടുള്ളത്? 2010 ശേഷമുള്ള കാര്യം വീട്, 2010 വരെ നോക്കിയാൽ മതി. നമ്മൾ എങ്ങനെയൊക്കെ ഡെവലപ്പ്, ഏതൊക്കെ രീതിയിൽ ലോകത്തിന് അസൂയ ഉളവാക്കുന്ന രീതിയിലുള്ള വളർച്ചയല്ലേ നമുക്ക് ഉണ്ടായിട്ടുള്ളത് എല്ലാ മേഖലയിലും. പിന്നെ ഈ പറയുന്ന പോലെ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട്, ഒരുപാടുണ്ട്. അതൊക്കെ മാറും എന്ന് കരുതിയിട്ട് ഇത് ഇന്ത്യ നരകമാണെന്ന് പറഞ്ഞ് ഞങ്ങളെ അപമാനിക്കല്ലേ ട്രംപേ? ഞങ്ങൾ അത്ര അധപതിച്ച് കിടക്കുന്നവരല്ല. പിന്നെ മറ്റൊരു കാര്യം,
പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ലോകത്തിന്റെ പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് താങ്കളുടെ അമേരിക്കയിലെ സയന്റിസ്റ്റുകൾ പോലും, നാസയിലെ ശാസ്ത്രജ്ഞർ പോലും ഭൂരിഭാഗവും എനിക്ക് തോന്നുന്നു ഇന്ത്യക്കാരാണ്. പണ്ട് ബിൽഗേറ്റ്സ് പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് താങ്കൾ ഇന്ത്യക്കാരെ കൂടുതലായി ജോലിക്ക് എടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ബിൽഗേറ്റ്സ് മറുപടി പറഞ്ഞത്രേ, ഞാൻ ഇന്ത്യക്കാരെ ജോലിക്ക് എടുത്തില്ലെങ്കിൽ അവർ മറ്റൊരു മൈക്രോസോഫ്റ്റ് ഉണ്ടാക്കി അവർ എന്നെക്കാട്ടിയും മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ഇവിടെയുള്ള കൺസ്ട്രക്ഷൻ, അടിസ്ഥാന സൗകര്യങ്ങൾ ഒക്കെ ഈ 1940 ശേഷം ഉണ്ടായതല്ലേ? ഒരു 60 വർഷം കൊണ്ട് ഏതൊക്കെ മേഖലയിൽ, സ്പേസിൽ, സംസ്ഥാനങ്ങളിൽ, ജില്ലകളിൽ ഒക്കെ എന്തൊക്കെ എണ്ണിയാൽ തീരാത്ത വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞത് ഈ 60 വർഷം കൊണ്ടല്ലേ? ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾ ഇവിടെ വന്ന് കൊള്ളയടിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളിന്ന് നിങ്ങളെപ്പോലെ തന്നെ അമേരിക്കയേക്കാൾ സാമ്പത്തിക സൈനിക ശക്തിയൊക്കെ ആയി മാറിയേനെ. എന്നാലും ഞങ്ങൾ നിങ്ങളെപ്പോലെ ആരെങ്കിലും ആക്രമിക്കില്ല കേട്ടോ. പെട്രോളിന്റെ പേരിൽ, പെട്രോളിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റ് ഇസ്ലാമോഫോബിയ പോലുള്ള മുസ്ലിം രാഷ്ട്രങ്ങളെ ഒക്കെ ആക്രമിക്കാനൊന്നും ഞങ്ങൾ മുതിരില്ല കേട്ടോ. ഞങ്ങൾ ഇന്ത്യക്കാർ മതേതരവാദികളാണ്. അപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇന്ത്യ എന്ന രാജ്യത്തെ അപമാനിച്ചത് തികച്ചും തെറ്റാണ്. താങ്കൾ ആ പ്രസ്താവന പിൻവലിച്ചു എന്നറിഞ്ഞു. ഇനി മേലാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ട്രംപേ നിങ്ങൾ ചെയ്യരുത്.